شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുദ്ദസിറാണ്. 7-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിറബ്ബിക ഫസ്ബിർ. അങ്ങയുടെ രക്ഷിതാവിനു വേണ്ടി അങ്ങ് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. ഈ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമയെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച. മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് വിഷമാവസ്ഥകൾ വന്നെത്തിയാലും അതൊക്കെ അള്ളാഹുവിൻ്റെ ചോയ്സുകളാണ് എന്നും അതുകൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങളാണ് റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് പരലോകത്തിൽ തനിക്കുണ്ടാകുന്നതെന്നും വിശ്വസിക്കണം. ഏത് വിഷമങ്ങളും അത് കുറച്ചു കഴിഞ്ഞാൽ തെളിയും, അതിനുശേഷം ഒരു ആശ്വാസമുണ്ടാകും എന്നൊക്കെ മുഅ്മിനായ മനുഷ്യൻ കരുതിയിരിക്കുകയും വേണം. പ്രയാസങ്ങളൊക്കെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കാർമേഘങ്ങളെപ്പോലെയാണ്. താമസിയാതെ അത് അന്തരീക്ഷം തെളിയിച്ച് നീങ്ങിപ്പോകുന്നതാണ് എന്നൊരു ഉദാഹരണമാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്. വലിറബ്ബിക ഫസ്ബിർ. അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടല്ല, റബ്ബിന് വേണ്ടി ക്ഷമിക്കുക. കള്ള് കുടിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരിപ്പം എന്താ പറയാം, കള്ളുകുടിയനെന്ന് പറയില്ലേ, ഓൻ കുടിയാനാണെന്ന് പറയില്ലേ, അതുകൊണ്ട് ഞാൻ കുടിക്കാതിരിക്കുകയാണ്, അതിനു വേണ്ടി ക്ഷമിക്കുകയാണ്. ഭയങ്കര പൂജൻ്റെ കുടിക്കാൻ, പക്ഷെ ക്ഷമിച്ചു നിൽക്കുകയാണ് കുടിക്കാതെ. എന്താ കാരണം? നാട്ടുകാർ കുടിയാനാന്ന് പറയല്ലോ എന്ന്. അതല്ല, വലി റബ്ബിക്ക, റബ്ബിന് വേണ്ടി ക്ഷമിക്കുക. റബ്ബ് പറഞ്ഞു കുടിക്കരുതെന്ന്, ഞാൻ കുടിക്കുന്നില്ല, ഞാൻ ക്ഷമിച്ചു മാറി നിൽക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കുറഞ്ഞ സമയം ജീവിക്കാനുള്ള നമ്മുടെ ഈ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ക്ഷമിക്കേണ്ട മറ്റു അവസരങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഈ പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നത് നമ്മളുടെ വെറുപ്പുണ്ടായിട്ടല്ല എന്നും മനസ്സിലാക്കുക. പക്ഷേ വെറുപ്പുണ്ടായിട്ടല്ല എന്ന് മാത്രമല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. അപ്പോഴാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുക. അത് തിരിച്ചറിയാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. എന്നെ അള്ളാഹു തആല എനിക്ക് രോഗം തന്നത് എന്നെ പ്രയാസപ്പെടുത്തിയതോ അല്ലെങ്കിൽ എന്നോട് വെറുപ്പുണ്ടായിട്ടോ അല്ല, നേരെ മറിച്ച് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എന്താ കാരണം? എന്നോട് ഇഷ്ടമുണ്ട്. ഈ രോഗം കാരണം എൻ്റെ കുറച്ചുകൾ തെറ്റ് പൊറുക്കണം, എൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടണം, എൻ്റെ ദർജ ഉയർത്തപ്പെടണം, ആഖിറത്തിൽ എനിക്ക് കൂലി കൂടുതൽ കിട്ടണം. ഇതാണ് അള്ളാഹു തആല ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ ഇഷ്ടം കൊണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനായൊരു മനുഷ്യൻ പ്രയാസമുള്ള ഘട്ടങ്ങളെ സ്വീകരിച്ചിരുത്തുന്നത് അതിഥിയെപ്പോലെയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതായി കാണാം. അതിഥി വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ വീട്ടിൽ സ്വീകരിച്ചിരുത്തുന്നത്, അതുപോലെ പ്രയാസഘട്ടങ്ങളെ സ്വീകരിച്ചിരുത്തുന്ന ആളാണ് ശരിയായ മുഅ്മിൻ. പറയാനൊക്കെ നല്ല എളുപ്പമാണല്ലേ. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോഴാണ് ഈമാൻ പൂർണ്ണമാവുക. എന്തൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ശരി, ആ സ്വീകരണത്തിൽ, അതിഥിയെ സ്വീകരിക്കുന്നത് പോലെയുള്ള സ്വീകരണത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. പരാതിയില്ല, പരിഭവമില്ല, കുറ്റം പറച്ചിലില്ല, ഒന്നുമില്ല. ആ ഒരു നില ഒരു മുഅ്മിനായ മനുഷ്യൻ കൈക്കൊണ്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ ദറജയിൽ ഭംഗിയായ ക്ഷമ, സബ്റുൻ ജമീൽ എന്നു പറഞ്ഞ ആ ഒരു ക്ഷമ കൈക്കൊള്ളുന്നവൻ്റെ കൂട്ടത്തിൽ അവൻ പെടുകയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മഹബ്ബത്തിന്, സ്നേഹത്തിന് അവൻ കാരണമായി തീരുകയും ചെയ്യും. അത്തരം ആളുകളെ അള്ളാഹു തആല പ്രത്യേകമായി പരിഗണിക്കും എന്നാണ്. എവിടുന്നാ പരിഗണിക്കുമെന്ന് മനസ്സിലായത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ക്ഷമാലുക്കളായ ആളുകളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്ന ആളുകളെ, ധർമ്മസമരം ചെയ്യുന്ന ആളുകളെ അള്ളാഹു തആല നിരീക്ഷിക്കുന്നുണ്ട്. അവരെയൊക്കെ റബ്ബ് ഓരോരുത്തരെയും തിരിച്ചറിയുന്നുണ്ട്. അവർക്കതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. ഈ തിരിച്ചറിയുന്നത് എന്തിനാ? പ്രതിഫലം കൊടുക്കാനല്ല. അള്ളാഹു തആല നിങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്താ ഞാനെല്ലാം കാണുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് തരും എന്നാണ്.
സൂറത്ത് മുഹമ്മദിലെ 31-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലുവ അഖ്ബാറകും. നിങ്ങളുടെ കൂട്ടത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ആളുകളെ, ക്ഷമ കൈക്കൊള്ളുന്നവരെ നാം തിരിച്ചറിയും. അതുവരെ നമ്മൾ നിങ്ങളെ പരീക്ഷിക്കും. ആരൊക്കെയാണ് ക്ഷമ കൈക്കൊള്ളുന്നവരെന്നും ധർമ്മസമരം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നവർ ആരൊക്കെയാണെന്നും അറിയുന്നതുവരെ നാം നിങ്ങളെ പരിശോധിക്കും, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും. എന്നാൽ ഓരോരുത്തരുടെയും എല്ലാ സ്ഥിതിഗതികളും സസൂക്ഷ്മം അറിയുന്നവനാണ്, നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലേ? യുദ്ധം മുതലായ വിഷമഘട്ടങ്ങൾ അത് ഒരു മുഅ്മിൻ എങ്ങനെയാണ് നേരിടുന്നത്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് ഓരോരുത്തരും നേരിടുന്നത്, ഇതൊക്കെ അള്ളാഹുവിന് അറിയാം. എങ്ങനെയാണ് ഇതൊക്കെ വരുമ്പോൾ ഓരോരുത്തരുടെ നിലപാട് എന്ന് അനുഭവത്തിൽ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു തആല അവരെ പരീക്ഷിക്കുകയും ചെയ്യും. പരീക്ഷണങ്ങളുള്ള ആളുകളെ കാണുമ്പോൾ, പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. അള്ളാഹു തആല നമ്മളെ മനസ്സിലാക്കി തരികയാണ് അവരിലൂടെ. അപ്പോൾ ഓരോരുത്തരെയും അള്ളാഹു തആല പരീക്ഷിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പരീക്ഷിക്കപ്പെടുന്ന ആൾക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടാവാനും മറ്റുള്ള ആളുകൾക്ക് അത് പാഠമാവാനും മറ്റുള്ളവർക്ക് കൂടി വ്യക്തമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവാനും. എന്നിട്ടും അള്ളാഹു തആല നോക്കും ആരൊക്കെയാണ് ക്ഷമിക്കുന്നത്, ആരൊക്കെയാണ് ക്ഷമിക്കാത്തത് എന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല പരീക്ഷിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വലനബ്ലുവന്നകും എന്ന് പറഞ്ഞത്, റബ്ബിനെന്താ നേരത്തെ അറിയില്ല ഇവൻ ക്ഷമിക്കൂല എന്ന്? അതറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് കൂടി ആ അനുഭവത്തിൽ നിന്നൊരു പാഠമുണ്ടാവാൻ അള്ളാഹു തആല അത് അനുഭവിപ്പിക്കുകയാണ്, അവരെ പരീക്ഷിക്കുകയാണ്. അപ്പൊ വലിറബ്ബിക ഫസ്ബിർ, അള്ളാഹുവിന് വേണ്ടി, നിന്റെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് ക്ഷമിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമുള്ള ആഹ്വാനമല്ല, മുൻകഴിഞ്ഞ സർവ്വ പ്രവാചകരോടും അള്ളാഹു തആല ഇതുതന്നെയാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നന്നായി ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നന്നായി ക്ഷമിച്ച കൂടിയ ആളുകളുമാണ്. പരിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന സംഗതികളുമാണ്. ധാരാളം മാതൃകകൾ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ സ്വബറുൻ ജമീൽ കൈക്കൊണ്ടതായി അള്ളാഹു തആല പറഞ്ഞത് നമ്മൾ ഈ ക്ലാസിന്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു. വലിറബ്ബിക ഫസ്ബിർ എന്ന ആയത്ത് നമ്മളെ പഠിച്ചപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ആ വിഷയം പറഞ്ഞു. സ്വബറുൻ ജമീൽ. യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും ബിന്നാബി നബി അലൈഹി സ്വലാമിനെയും 2 മക്കളെയും 2 ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു. അത് വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു, വല്ലാത്ത വ്യതയായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഈ 2 സംഭവങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ സ്വബറുൻ ജമീൽ എന്നാണ് ആ 2 സംഭവത്തിന് ശേഷവും യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടി സുന്ദരമായ ക്ഷമിച്ചു. ഒരു പരാതിയും പരിഭവമില്ലാത്ത പരിപൂർണ തൃപ്തിയുള്ള ക്ഷമിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഥ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചരിത്രം ആർക്കാ അറിയാത്തത്? വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് വാർദ്ധക്യ സമയത്ത് ഇസ്മായിൽ എന്ന മകനെ നൽകി അലൈഹിസ്സലാം. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മകനെ അറുക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന, ആ കൽപ്പനത്തിന് മുമ്പിൽ ഇന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറിയിട്ടില്ല. പതറാതെ ആ ഒരു കൽപ്പന നിർവഹിക്കാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറായി. മോനോട് അത് പറഞ്ഞപ്പോഴോ ഓടി രക്ഷപ്പെട്ടോ? മോൻ ഇല്ല, വാപ്പ അങ്ങളോട് പഠിച്ചോൻ പറഞ്ഞതല്ലേ, എന്താ ചെങ്ങി ചെയ്തോളിയും, ഞാൻ റെഡിയാണ്, ഞാൻ ക്ഷമിക്കുന്നവനാണ്, ഞാൻ ആ കൽപ്പന അംഗീകരിക്കുന്നവനാണ്, നിങ്ങളോട് അള്ളാഹു തആല പറഞ്ഞ കൽപ്പന നിങ്ങൾ നിറവേറ്റിക്കോളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു കൽപ്പന നിറവേറ്റാൻ നടപ്പാക്കാൻ ഒരുങ്ങിയ പിതാവ്, വാപ്പയുടെ ഉത്തരവ് മുൻപിൽ ക്ഷമയോടെ കഴുത്ത് നെറ്റിക്കൊടുത്ത മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇതൊക്കെ ഉദാത്തമായ മാതൃകകളല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം നീണ്ട കാലം പ്രബോധനം ചെയ്ത ആളാണ്, 950 വർഷക്കാലം. എന്നിട്ടും ആരും വരുന്നില്ല, വളരെ കുറച്ചു പേർ മാത്രം. വല്ലാതെ വിഷമിച്ചു പോയി. പക്ഷേ ഇത്രയും കാലം ക്ഷമിച്ചിട്ട് ഇനി എനിക്കൊരു പറയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടില്ല. അവിടുന്ന് ക്ഷമ അവലംബിച്ചു നിന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ കഥ അറിയാലോ? സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗങ്ങളാൽ കഷ്ടപ്പെട്ട പ്രവാചകൻ, നമുക്കൊക്കെ അറിയാം. പക്ഷേ അള്ളാഹു കൊടുത്ത ആ രോഗം കാരണം അദ്ദേഹം നിരാശനായില്ല. സൂറത്ത് സ്വാദിൽ അള്ളാഹു തആല പറയുന്നുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച്, ആ ക്ഷമയുടെ കാഠിന്യം കൊണ്ട്, വല്ലാത്ത ക്ഷമിച്ച കാരണം വല്ലാതെ പുകഴ്ത്തിയിട്ടുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. തീർച്ചയായും അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ നമ്മൾ ക്ഷമാശീലനായി കണ്ടു. എത്ര നല്ല അടിമ! ഇന്നഹു അവ്വാബ്. അയ്യൂബ് നബി അലൈഹി സ്വലാം നിശ്ചയമായും വളരെ പശ്ചാത്തപിക്കുന്ന ആളാകുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ ഈ രോഗം വന്നതോടുകൂടി ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഒന്നൊന്നായി പോയി. കൃഷിയിടങ്ങളുണ്ടായിരുന്നു, കന്നുകാലികൾ എമ്പാടുണ്ടായിരുന്നു, തോട്ടങ്ങളുണ്ടായിരുന്നു, എണ്ണമറ്റ സ്വത്തുക്കളുണ്ടായിരുന്നു. ഇതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണത്തിൽ നഷ്ടപ്പെട്ടപ്പോഴൊക്കെ അയ്യൂബ് നബി അലൈഹി സ്വലാം ക്ഷമിക്കുകയാണ് ചെയ്തത്. അപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ മനുഷ്യൻ ക്ഷമിക്കുകയും റബ്ബിൽ അർപ്പിക്കുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് എന്നതിന് ഏറ്റവും ഉദാത്തമായ ഇത്തരം ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലെമ്പാടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാം സ്വീകരിച്ച ആ ഒരു നിലപാടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് ഇത്രയും ഉന്നത സ്ഥാനം നേടിക്കൊടുക്കാൻ കാരണമായത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എന്തൊരു പുകഴ്ത്തലാണത്! നല്ല അടിമയാണെന്ന് പറയുന്ന അള്ളാഹു തആല നിഅമൽ അബ്ദ് ഇന്നാ വജദ്നാഹു സാബിറൻ. അള്ളാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും വന്നില്ല എന്ന്. സ്വന്തം മകന് പോലും എതിർച്ചേരിയിലായപ്പോൾ മഹാനവറുകൾ ക്ഷമിച്ചു. ആദ്യം അള്ളാഹുവിനോട് പറഞ്ഞു നോക്കി രക്ഷപ്പെടുത്തണമെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു, മറുപക്ഷത്തായതുകൊണ്ട്, കാഫിരീങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് അവന് വേണ്ടി നിങ്ങൾ വാദിക്കേണ്ട, അവൻ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ആയിക്കോട്ടെ, ക്ഷമിച്ചു. അവിടെയും ക്ഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, റബ്ബേ, ഞാൻ ചോദിച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കി തരണം. നൂഹ് നബി അലൈഹിസ്സലാം സ്വന്തം മകന് വേണ്ടി വാദിക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് നിർത്തി. മറുകക്ഷിയിലാണ് എന്നതുകൊണ്ട്. യാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ നിരന്തരം ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലെമ്പാടുമുണ്ട്. യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങളുണ്ട്. പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാം, കിണറിനുള്ളിൽ താമസിക്കേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അവസാനം അടിമച്ചന്തയിൽ പോയി വിൽക്കപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാം, അതൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തിയിട്ട് നിരവധി പീഡനങ്ങൾക്ക് വിധേയനാവേണ്ടി വന്ന യൂസഫ് നബി അലൈഹി സ്വലാം. എത്ര ആളുകൾ! മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ക്ഷമയൊക്കെ പരിശുദ്ധ ഖുർആനിൽ നിരവധി തവണ പറയുന്നില്ലേ? ഒരുപാട് സ്ഥലങ്ങളിലില്ലേ? നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന ബനു ഇസ്രായേലുകൾ. അതിനു മുമ്പ് ഫിർഔനിൻ്റെ കാടത്തരങ്ങളും ഫിർഔനിൻ്റെ ആക്രമണങ്ങളും അത് വേറെ. അതൊക്കെ കഴിഞ്ഞ് ഫിർഔനെ മുക്കിക്കൊന്നതിന് ശേഷവും നാഴികക്ക് 40 വട്ടം എതിരു മാത്രം പ്രവർത്തിച്ചിരുന്ന, അതല്ലെങ്കിൽ എന്താണ് പറയുക, മൂസാ നബി അലൈഹി സ്വലാമിനോട് തട്ടിക്കയറുക മാത്രം ചെയ്തിരുന്ന ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു സംഘം ആളുകൾ. എത്രയോ പ്രയാസങ്ങളാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ക്ഷമിക്കേണ്ടി വന്നത്. അല്ലാഹ്. അപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.